നമസ്കാരം, സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. തലക്കെട്ടുകൾ നോക്കാം. കുത്തിയൊഴുകിയ വയനാട് പുന്നപ്പുഴ. പുതിയ വില്ലേജ് റോഡിലും അട്ടമലയിലും വെള്ളം കയറി. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിലും മലവെള്ളപ്പാച്ചിൽ. കോഴിക്കോട് മേത്ര ആശുപത്രിക്കെതിരെ കേസ്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ വികലമായ ചിത്രം പരസ്യത്തിൽ നടപടി. വീഡിയോ ചിത്രത്തിലുള്ളത് കാശ്മീരും ലഡാക്കും ഇല്ലാത്ത ഭൂപടം. ദൃശ്യങ്ങൾ വ്യാജമെന്ന ആശുപത്രി അധികൃതർ. കാസർഗോഡ് എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ നടപടി തുടങ്ങി. കീടനാശിനി മറ്റൊരിടത്തേക്ക് മാറ്റും. നടപടി ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം. കാസർഗോഡ് കൗൺസിലിംഗിനെത്തിയ 14-കാരിയെ പീഡിപ്പിച്ച ഡോക്ടർ അറസ്റ്റിൽ. പിടിയിലായത് കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ ഡോക്ടർ വിശാഖ് കുമാർ. പെൺകുട്ടിയെ കൗൺസിലിംഗിനെത്തിച്ചത് പഠനത്തിൽ പിന്നോക്കം പോയതിനെ തുടർന്ന്. വിശദമായി നമ്മൾ ഓരോ വാർത്തകളിലേക്കും കടക്കുകയാണ്. വയനാടും കോഴിക്കോടും ശക്തമായ മഴ. വയനാട് ചൂരൽമല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ്. ബേലി പാലത്തിന് സമീപം കലങ്ങി മറിഞ്ഞ് അസാധാരണമായി കുത്തിയൊഴുകുകയാണ് പുഴ. പുതിയ വില്ലേജ് റോഡിലും അട്ടമലയിലും വെള്ളം കയറി. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മഴ കനക്കുന്നതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുമുണ്ടായി. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. പുഴയിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ വികലമായ ചിത്രം പരസ്യത്തിൽ ഉൾപ്പെടുത്തിയ കോഴിക്കോട് മേത്ര ആശുപത്രിക്കെതിരെ കേസെടുത്തു. കാശ്മീരും ലഡാക്കും ഇല്ലാത്ത ഭൂപടമാണ് ആശുപത്രിയുടെ പരസ്യ ചിത്രത്തിൽ ഉൾപ്പെട്ടത്. അതേസമയം പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ക്യാൻസർ ചികിത്സയുടെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ പരസ്യ വീഡിയോയിലാണ് വികലമായ ഭൂപടം ഉൾപ്പെട്ടത്. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി MC ഷാജി നൽകിയ പരാതിയിൽ എലത്തൂർ പോലീസ് ആശുപത്രിക്കെതിരെ കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിത 152, 192, 3, 5 വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിച്ചു, കലാപാഹ്വാനം തുടങ്ങിയവയാണ് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ. ആശുപത്രി മാനേജ്മെന്റിനൊപ്പം പരസ്യ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടർമാർ, സ്റ്റാഫ് എന്നിവരടക്കമുള്ളവരും പ്രതികളാവും. വീഡിയോയുടെ ആധികാരികത, എവിടെ പരസ്യപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളുടെ വ്യക്തതയ്ക്കായി മെറ്റയെ സമീപിക്കുമെന്ന് എലത്തൂർ SHO അറിയിച്ചു. കേസിനാസ്പദമായ വീഡിയോ വ്യാജമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഒരിടത്തും വിവാദമായ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് കൗൺസിലിംഗിനെത്തിയ 14-കാരിയെ പീഡിപ്പിച്ച ഡോക്ടർ അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ ഡോക്ടർ വിശാഖ് കുമാറിനെയാണ് ഹൊസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പഠനത്തിൽ പിന്നോക്കം പോയതിനെ തുടർന്നാണ് പെൺകുട്ടിയെ കൗൺസിലിംഗിനായി ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിച്ചത്. എറണാകുളം ആഷിഖ് കൊലപാതക കേസ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതെന്ന് പോലീസ്. ആഷിഖിനെ കൊല്ലണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായി പ്രതി ഷിഹാബ് പോലീസിന് മൊഴി നൽകി. തുടയിലേറ്റ വെട്ടിൽ നിന്ന് രക്തം വാർന്നതാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട വാനിനകത്തെ മുൻസീറ്റിലാണ് ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. ആഷിഖിന്റെ പെൺസുഹൃത്ത് ഷഹാനെയും ഭർത്താവ് ഷിഹാബിനെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. കൊല്ലപ്പെട്ട ആഷിഖ് ഷഹാനയുമായി സൗഹൃദത്തിലായത് അക്യൂപങ്ചർ ഡോക്ടർ എന്ന പേരിലാണ്. ഷഹാനയുടെ പീഡന പരാതിയിൽ ആഷിഖ് ജയിലിലുമായിരുന്നു. ഷിഹാബിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതി നൽകിയതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ഇവർ ബന്ധം തുടർന്നു. ഇത് ഷിഹാബ് വിലക്കി. ഇതനുസരിക്കാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ അടുക്കള ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാണ് ആഷിഖിന്റെ തൊടയിൽ പലവട്ടം ഷിഹാബ് കുത്തിയത്. ആഷിഖ് മരിച്ചു എന്ന് ഉറപ്പായ ശേഷം പ്രതി സ്ഥലം വിട്ടു. കുത്തേറ്റ വിവരം തന്നെ വിളിച്ചു പറഞ്ഞത് ആഷിഖാണെന്നാണ് ഷഹാന പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയതിന് തെളിവില്ലെന്ന് പ്രോസിക്യൂഷൻ. അന്വേഷണം നടത്താൻ തക്കതായ വസ്തുത ഇല്ല. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളിൽ ഒരാൾക്ക് മുൻകൂർ ജാമ്യവും കോടതി അനുവദിച്ചു. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരി വിനീതയുടെ ഭർത്താവിനാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. വിനീത അടക്കം 3 പ്രതികളുടെ അപേക്ഷയിൽ വീണ്ടും വാദം കേൾക്കും.
താമരശ്ശേരിയിൽ +2 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അണ്ടോണ സ്വദേശി മുഹമ്മദ് ഷംനാദാണ് മരിച്ചത്. വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബാലുശ്ശേരി ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കനത്ത മഴയിൽ തകർന്നടിഞ്ഞ് പട്ടാമ്പി നഗരപാത. വാഹന അപകടങ്ങളും മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കും പതിവായതോടെ ജനജീവിതം ദുസ്സഹമായി. വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെയുള്ളവർ കുരുക്കിൽ വലയുകയാണ്. പട്ടാമ്പി നഗരത്തിലെ പ്രധാന റോഡ് കാലവർഷം കനത്തതോടുകൂടിയാണ് തകർന്നടിഞ്ഞത്. കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതായി. വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും നിത്യസംഭവമാണ്. IPT എന്നുള്ള റോഡിന്റെ ഏറ്റവും ജനനിബിഡമായി ഏറ്റവും വാഹനങ്ങളുള്ള പെരുക്കുള്ള സ്ഥലം നമ്മുടെ പട്ടാമ്പി, മേലെ പട്ടാമ്പി, കൽപ്പക മുതൽ ബസ് സ്റ്റാൻഡ്, ഗുരുവായൂർ റോഡ് വരെയുള്ള ടൗണാണ്. അവിടെ സമയബന്ധിതമായി വേനൽക്കാലത്ത് പണി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നുണ്ടാവുന്ന യാത്രാ ദുരിതം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാകരുത്. ഇപ്പൊ നമ്മൾ ഈ 2 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ചുരുങ്ങിയത് 40 മിനിറ്റ് എടുക്കേണ്ട അവസ്ഥയാണ്. ചില സമയത്ത് അത് 1.5 മണിക്കൂറിൽ അപ്പുറമാണ്. പട്ടാമ്പി ടൗണിലൂടെ യാത്ര ചെയ്ത് ഒരു ഹാർട്ട് പേഷ്യന്റ് പോകണമെങ്കിൽ ഒരു ആംബുലൻസിന് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ യാത്രാ ക്ലേശം വരികയാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ PWD ചാലും ഇതിന് മണ്ണെടുത്തിട്ടും പല ഭാഗത്തും അശാസ്ത്രീയമായിട്ടും അതൊക്കെ ഒലിച്ചു വന്നിറക്കുകയാണ്. മേലെ നിന്ന് പണി കഴിഞ്ഞ ഭാഗത്തുള്ളതൊക്കെ ചാലുകളിൽ ഡ്രെയിനേജൊക്കെ തകരാറായി കിടക്കുകയാണ്. അപ്പോൾ ആ വെള്ളം റോഡിലേക്ക് കയറാണ്. റോഡ് മുഴുവൻ ഇപ്പം കുണ്ടും കുഴികളാണ്. റോഡ് തകർച്ച മൂലം വാഹനങ്ങളുടെ മെല്ലെപ്പോക്ക് കാരണം രാവിലെ മുതൽ രാത്രി വരെ വലിയ ഗതാഗത കുരുക്കാണ് പട്ടാമ്പി ടൗൺ ദിവസങ്ങളായി നേരിടുന്നത്. കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ എത്തിപ്പെടാൻ അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സമയമെടുക്കും. പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ കുഴികളിൽ ക്വാറി അവശിഷ്ടങ്ങൾ ഇട്ടുവെങ്കിലും പരിഹാരമായില്ലെന്ന് മാത്രമല്ല, അത് ചിതറി അപകട ഭീഷണി സൃഷ്ടിക്കുന്നുമുണ്ട്. സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും സമയത്തിന് എത്താൻ കഴിയാതെ വലയുകയാണ്. ഇവിടെ റോഡ് വക്കത്ത് മൊത്തം സ്കൂളിൻ്റെ മുന്നിൽ നിറയെ കുഴികളാണ്. വണ്ടികൾ പോകുമ്പോൾ ഞങ്ങളൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മളെ മുഖത്തൊക്കെയാണ് ചളി തെറിക്കുന്നത്. അതുപോലെ ഓരോ വണ്ടികൾ വന്നാൽ കുണ്ടിൽ ചാടും. സ്കൂൾ ട്രിപ്പ് പോകുമ്പോഴും യാത്രക്കാരും സ്കൂട്ടി അറിയാത്ത ആൾക്കാരെ കൊണ്ടു ചാടുന്നു. ഇല്ല അടച്ചിട്ടില്ല. ഇല്ല, ഇപ്പൊ ഒന്നും അടച്ചിട്ടില്ല. അത് ഒരിക്കലും അവിടെ ഇട്ടത് പോയി, പിന്നെ അടച്ചിട്ടില്ല. ആംബുലൻസും കാലവർഷക്കെടുതികളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തേണ്ട ഫയർഫോഴ്സ് വാഹനങ്ങളും കുരുക്കിലകപ്പെടുന്നതും നിത്യസംഭവമാണ്. സംസ്ഥാന ഗവൺമെന്റ് നിള മുതൽ IPT വരെയുള്ള റോഡിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ, അതായത് അതിൻ്റെതായ സമയങ്ങളിൽ അത് പ്രവൃത്തി പൂർത്തീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ചില നടപടികൾ കൊണ്ട് മാത്രമാണ് പട്ടാമ്പി നഗരത്തിന്റെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ഇന്നും ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ചില ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയാലോചന ഇല്ലായ്മയും അവരുടെ താൻ പ്രമാണിത്താണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പട്ടാമ്പി എത്തിച്ചേർന്നത്. പട്ടാമ്പി കുളപ്പുള്ളി ആധുനിക റോഡ് നവീകരണത്തിന്റെ പേരിൽ ഇപ്പോഴുള്ള തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണാതെ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തുകയാണ് കരാർ കമ്പനിയെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ശക്തമായ കാറ്റിലും മഴയിലും പാലക്കാട് ഷൊർണൂറിൽ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഒരു തേക്കും 2 തെങ്ങുകളുമാണ് വീടിന് മുകളിലേക്ക് പതിച്ചത്. ഷൊർണൂർ നഗരസഭയിലെ മണികണ്ഠന്റെ വീടിന് മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണത്. വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് ഇറങ്ങിയോടി. അതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മണികണ്ഠന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തെ ഒരു തേക്കും 2 തെങ്ങുകളുമാണ് ശക്തമായ കാറ്റിൽ നിലം പൊത്തിയത്. അതിർത്തി തർക്കം മൂലം മണികണ്ഠന്റെ അയൽവാസി ഈ മരങ്ങൾ വെട്ടാൻ സമ്മതിച്ചിരുന്നില്ല. മരങ്ങൾ വെട്ടിമാറ്റാൻ റവന്യൂ അധികൃതരിൽ നിന്ന് അനുമതി വാങ്ങിയെങ്കിലും അയൽവാസി തടസ്സം നിന്നതായി മണികണ്ഠൻ ആരോപിക്കുന്നു. വീട്ടിലത്തെ മരങ്ങളാണ് കാറ്റും മഴയത്ത് ഇങ്ങനെ വീഴുന്നതും പറഞ്ഞിട്ട് കൂടി വെട്ടാൻ സമ്മതിക്കുന്നില്ല. ആധാരം അളന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയും കുട്ടിയുണ്ട്. ഇനിയും ഇത്തരത്തിൽ അപകട ഭീഷണിയുള്ള ധാരാളം മരങ്ങൾ മണികണ്ഠന്റെ സ്ഥലത്തുണ്ട്. പക്ഷേ ഇത് വെട്ടിമാറ്റാൻ തടസ്സം അതിർത്തി തർക്കമാണ്. പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണം എന്നാണ് മണികണ്ഠന്റെ ആവശ്യം. ന്യൂസ് 18 ഷൊർണൂർ. കാസർകോട്ടെ പ്ലാന്റേഷൻ ഗോഡൌണുകളിൽ സൂക്ഷിച്ച എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ നടപടി തുടങ്ങി. നിരോധനത്തിന് പിന്നാലെ ബാരലുകളുമായി സീൽ ചെയ്ത് സൂക്ഷിച്ച രാസകീടനാശിനി മറ്റൊരിടത്തേക്ക് മാറ്റും. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി. 25 വർഷങ്ങൾക്ക് ശേഷമാണ് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന സുപ്രധാന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. രാജപുരം, പെരിയ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റുകളിലെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന 1105 ലിറ്റർ എൻഡോസൾഫാനാണ് നിർവീര്യമാക്കുന്നത്.
ആദ്യ നടപടിയായി പെരിയയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന 700 ലിറ്റർ എൻഡോസൾഫാൻ പുതിയ ബാരലിലേക്ക് മാറ്റി. രാജപുരത്ത് സൂക്ഷിച്ചിരിക്കുന്ന 405 ലിറ്റർ ദ്രാവക ലായനിയും ചീമേനിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഖരരൂപത്തിലുള്ള എൻഡോസൾഫാനും മറ്റൊരിടത്തേക്ക് മാറ്റി നിർവീര്യമാക്കും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിലെ വിദഗ്ധ സംഘമാണ് രാസകീടനാശിനി നിർവീര്യമാക്കുന്നത്. To 4 states where all the dumps which are there, endosulfan dump that has been shifted to new dumps, and we have secured them now, and the report will be filed before NGT suggesting how the waste has to be disposed of. Therefore, based on the Honorable NGT direction, further directions, the action has to be taken for final disposal. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മിഞ്ച പദവിയിലെ കശുമാവിൻ തോട്ടത്തിൽ അശാസ്ത്രീയമായി എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയ കേസിൽ വാദം തുടരുന്നതിനിടെയാണ് കേന്ദ്ര ഹരിത ട്രിബ്യൂണൽ നിലവിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേന്ദ്ര മലിനീകരണ ബോർഡിനെ ചുമതലപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റിടങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ ഇവിടെ നിന്ന് മാറ്റി നിർവീര്യമാക്കും. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റ് മല്ലമ്മൽ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം ആവശ്യപ്പെട്ട് CPM പ്രതിഷേധം. ഷൊർണൂർ PWD ഓഫീസിൽ ധർണ നടത്തിയ പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥയിലാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്. മഴ പെയ്തതോടെ ഈ വഴിയുള്ള യാത്ര ദുസ്സഹമായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ കുഴികളിൽ യാത്രക്കാർ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് പതിവായി. റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് KSU കുളപ്പുള്ളി JTS സ്കൂളിന്റെ മുൻവശത്തുള്ള കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഫോട്ടോകൾ പതിച്ച വാഴകൾ വെച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 ഷൊർണൂർ. കാടും മേടും കണ്ട് മഴ കാഴ്ചകൾ ആസ്വദിച്ച് കുട്ടികളുടെ യാത്ര. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന്റെ ആവേശത്തിലാണ് മൂന്നാർ കന്നിമല ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ. ദേശീയ ഉദ്യാനത്തിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വരയാടും കൂട്ടുകാരും എന്ന പേരിൽ കുട്ടികൾക്കായി പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഇരവികുളത്തെ ചോലവാനവും പുൽമേടുകളും കണ്ട് വരയാടുകളോടൊപ്പം കുശലം പറഞ്ഞ് അപൂർവമായ ഓർക്കിഡുകളുടെ ഭംഗി ആസ്വദിച്ചായിരുന്നു യാത്ര. മൂന്നാർ കന്നിമല ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളാണ് യാത്ര നടത്തിയത്. நாங்கள் இங்கே நிறைய மரங்கள் செடிகள் இதெல்லாம் பார்த்தோம். இங்கே வரையாடெல்லாம் நிறையா இருக்குது. நாங்கள் பார்க்காத மரம்லாம் இங்கே நிறையா இருக்குது. குறிஞ்சி பூ செடி மிஸ்டெல்லாம் பார்க்கும்போது நல்லா இருக்குது. இதுதான் ஃபர்ஸ்ட் டைம் இங்கே வந்தது. ஆனால் இது ரொம்ப அழகாக இருக்குது. வரையாடுகள் அப்புறம் நிறைய மரம் செடி கொடிகள் இதெல்லாம் ரொம்பவே அழகாக இருக்குது. அப்புறம் பஞ்சு மிட்டாய்க்குள்ள நிற்கிற மாதிரி மிஸ்டுகள் இதுவே ரொம்ப பார்க்க அழகாக இருந்தது. പ്രകൃതി സംരക്ഷണ യജ്ഞത്തിന് യുവതലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ 50ാം വാർഷികം സമുചിതമായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി ഈ 50ാം വാർഷിക ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന ഇനം എന്ന് പറഞ്ഞാൽ 50 സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രകൃതി പഠന അവസരമാണ്. അതായത് 50 സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇരവികുളം നാഷണൽ പാർക്ക് പ്രദാനം ചെയ്യുകയാണ്. അപ്പോൾ കൂടുതലും ഗവൺമെന്റ് സ്കൂൾസിലും മറ്റുള്ള എയ്ഡഡ് സ്കൂൾസിലുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന ലോക പ്രശസ്തമായ ദേശീയോദ്യാനം അതിന്റെ ജൈവവൈവിധ്യം കൊണ്ട് ഏറ്റവും പ്രത്യേകത ഉള്ളതാണ്. കൂടുതലും ഇതിലെ മേഖലകൾ വരുന്നത് പുൽമേട് ചോല വിഭാഗത്തിലാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ സവിശേഷതകൾ കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി ട്രക്കിങ്ങും പഠന ക്ലാസും വെർച്വൽ റിയാലിറ്റി ഷോയും ഒരുക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വിവിധ ദിവസങ്ങളിലായി ക്യാമ്പിൽ പങ്കെടുക്കും. അടുത്ത മാർച്ച് വരെയാണ് വിവിധ സമയങ്ങളിൽ ക്യാമ്പ് നടക്കുക. ന്യൂസ് 18 ഇടുക്കി. തമിഴ്നാടിന്റെ പരമ്പരാഗത ചിത്രകല രൂപങ്ങളിൽ ഒന്നായ തഞ്ചാവൂർ പെയിന്റിംഗിന്റെ വിശേഷങ്ങൾ കാണാം ഇനി. നെയ്യാറ്റിങ്കര വിളറട സ്വദേശിയായ മണികണ്ഠൻ എന്ന യുവകലാകാരൻ തയ്യാറാക്കിയ ചിത്രങ്ങളാണ്.
2 പതിറ്റാണ്ടായി തഞ്ചാവൂർ ചിത്രകലയിൽ മണികണ്ഠൻ സജീവമായിട്ട്. ഇതിനോടകം ആയിരക്കണക്കിന് ചിത്രങ്ങൾ തയ്യാറാക്കി. ശില്പകലകളിൽ പേരുകേട്ട തഞ്ചാവൂരിലെ തനത് ചിത്രകലാരൂപത്തോടുള്ള ഇഷ്ടമാണ് ഈ രംഗത്തേക്ക് മണികണ്ഠനെ ആകർഷിച്ചത്. ചെന്നൈ ചെട്ടിനാട് വിദ്യാശ്രമത്തിൽ ഗുരുകുല പഠനം പൂർത്തിയാക്കിയ മണികണ്ഠൻ ആയിരക്കണക്കിന് ചിത്രകലാരൂപങ്ങൾ നിർമ്മിച്ചു. ഗീതോപദേശം, അനന്തശയനം, ദശാവതാരം, അങ്ങനെ നീളുന്നു ചിത്രങ്ങൾ. സ്വർണവും വെള്ളിയും ലേപനം ചെയ്തു നിർമ്മിച്ച ചിത്രങ്ങൾ കൗതുകമുണർത്തുന്നതാണ്. ആദ്യകാലങ്ങളിൽ ചുവരുകളിലും മരപ്പലകകളിലുമായിരുന്നു ചിത്രങ്ങൾ രൂപപ്പെടുത്തിയത്. കാലം മാറിയതോടെ പ്ലൈവുഡ് തിരഞ്ഞെടുത്തു. ആവശ്യമായ അളവിൽ പ്ലൈവുഡ് മുറിച്ചെടുത്ത ശേഷം തുണിയിൽ അറബിക് പശ കലർത്തിയാണ് ബേസ് നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ രൂപം പെൻസിലിൽ വരയ്ക്കും. ഭംഗി കൂട്ടുന്നതിനായി പച്ച, ചുവപ്പ്, വെള്ള കണ്ണാടിക്കല്ലുകൾ പതിപ്പിക്കുകയാണ് അടുത്ത പടി. ഇതിലേക്ക് ജയ്പൂർ ഉൾപ്പെടെയുള്ള പരമ്പരാഗത കല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ചിത്രത്തിന് ആവശ്യമായ പ്രൊജക്ഷൻ നൽകുക എന്നത് മറ്റൊരു കടമ്പയാണ്. ഏറെ ശ്രദ്ധ വേണം ഇതൊക്കെ പൂർത്തിയാക്കാൻ. ആദ്യകാലങ്ങളിൽ വണ്ടുകൾ, ഞണ്ടുകൾ തുടങ്ങിയ ജീവികൾ കൂടൊരുക്കാൻ തയ്യാറാക്കുന്ന മൃദുലമായ മണ്ണ് ശേഖരിച്ചായിരുന്നു പ്രൊജക്ഷൻ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വിവിധ തരം ഷോക്ക് പൗഡറുകളും അറബിക് പശയുമാണ് ഉപയോഗിക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ ചിത്രത്തിൽ 24 കാരറ്റ് തങ്കഭസ്മം സ്വർണ്ണ നിറത്തിനായും വെള്ളി നിറം ആവശ്യമുള്ളിടത്ത് വെള്ളിയുടെ ഭസ്മവും ഉപയോഗിക്കും. വിവിധ വർണ്ണങ്ങൾ കൊണ്ട് ചിത്രം മനോഹരമാക്കുകയാണ് അവസാന ഘട്ടം. ആദ്യകാലങ്ങളിൽ പച്ചില ചാറുകളിൽ നിർമ്മിക്കുന്ന നിറങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പോസ്റ്ററിംഗ് കളറുകളാണ് ഉപയോഗിക്കുക. ചിത്രങ്ങൾക്ക് പൂർണ്ണരൂപം നൽകുന്നതിന് വലിപ്പമനുസരിച്ച് 2 മുതൽ 3 മാസം വരെ വേണ്ടിവരും. മഴക്കാലം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. നിരവധി ശിഷ്യസമ്പത്തുകളുള്ള മണികണ്ഠൻ ഈ കലാരൂപം കേരളത്തിലെ ചിത്രകലാ പ്രേമികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പത്മനാഭപുരം ക്ഷേത്രത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ പലയിടങ്ങളിലും മണികണ്ഠൻ വരച്ച ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ, UK, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും തഞ്ചാവൂർ പെയിന്റിങ്ങുകൾ അയക്കുന്നു. ഇപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വർക്കാണ്. ഇത് ഒരു കമർഷ്യലാണ്. ഞങ്ങൾക്ക് മാക്സിമം ഇത് ട്രഡീഷണലാണ്. നമ്മൾ പാരമ്പര്യ കലകളെല്ലാം നോക്കുമ്പോഴെല്ലാം ട്രഡീഷണലായിരിക്കും. ഏതൊരു രൂപസാധ്യവും ഇല്ലാതെ അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും. അതുപോലെ തന്നെയാണ് തഞ്ചാവൂർ പെയിന്റിങ്ങിൻ്റെ ഇതും. അരുൺ മോഹൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അരുവിക്കര മൈലമൂട് റോഡ് തകർന്നിട്ട് വർഷങ്ങളേറെ പിന്നിടുമ്പോഴും അധികൃതർ മൗനത്തിലാണ്. പ്രധാനമന്ത്രി ഗ്രാമീണ സംയോജന പദ്ധതി പ്രകാരം പണി കഴിപ്പിച്ച റോഡ് പ്രദേശവാസികളുടെ ഏക ആശ്രയമാണെന്നിരിക്കെയാണ് അധികൃതരുടെ അവഗണന. 2.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥ ദയനീയമായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. റോഡ് നിർമ്മിച്ചിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നാളിതുവരെ നവീകരണ പ്രവൃത്തികളൊന്നും നടത്തിയിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ ഇരുവശങ്ങളിലും കാടുകയറി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറി. 8 മീറ്റർ വീതിയുണ്ടായിരുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞും ടാറുകൾ അടർന്നു മാറിയും കാടുകയറിയും ഇപ്പോൾ 3 മീറ്ററായി മാറി. മലയോര പട്ടണമായ നെടുമങ്ങാട്ടിലേക്ക് എത്തുന്നതിനുള്ള ഈ പാതയിൽ അംഗൻവാടി, സിദ്ധ ആയുർവേദ ആശുപത്രി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. നാളിതുവരെ ഈ റോഡ് ഒന്ന് പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ റീടാർ ചെയ്യാനോ നാളിതുവരെ ഗവൺമെൻറ് മീൻസ് ഇതിനകത്ത് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിനാണ്. ജില്ലാ പഞ്ചായത്ത് നാളിതുവരെ ഈ വർക്ക് ടെൻഡർ ചെയ്യുകയോ പുനരുദ്ധരിക്കുകയോ ചെയ്തിട്ടില്ല. ഒട്ടനവധി വാഹനങ്ങൾ, അതായത് ഹെവി വെഹിക്കിൾ ഉൾപ്പെടെ ഒട്ടനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തോട് സാമ്യം കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. അരുവിക്കര ടൂറിസം മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഉൾപ്പെടെ എളുപ്പമാർഗം കടന്നുപോകാൻ തിരഞ്ഞെടുക്കുന്ന പ്രധാന റോഡായ മുള്ളിലവൻമൂട് കാഞ്ചിക്കാവിള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വൈകരുത് എന്നാണ് പ്രധാന ആവശ്യം. ഇതിനോടകം നിരവധി നിവേദനങ്ങളാണ് റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സംഘടനകൾ നൽകിയത്. ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ പരിപാടിക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കല പാപനാശത്തെ ബീച്ചിലേക്കുള്ള പ്രധാന റോഡിൽ വഴിവിളക്കുകൾ കത്തിയിട്ട് കാലങ്ങളായി. ഇതുമൂലം സഞ്ചാരികളും ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തരുമാണ് ബുദ്ധിമുട്ടുന്നത്.
ജനാർദ്ദന സ്വാമി ക്ഷേത്രം മുതൽ പാപനാശം ബീച്ച് വരെയുള്ള റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള വഴിവിളക്ക് തെളിഞ്ഞിട്ട് മാസങ്ങളായി. സന്ധ്യയായാൽ പ്രദേശത്താകെ ഇരുട്ടാകും. പിന്നീട് ഈ ഭാഗം ലഹരി മാഫിയയുടെ താവളമാണ്. അസ്തമയം കഴിഞ്ഞ് ബീച്ചിൽ നിന്ന് വരുന്ന വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികൾ ഭയന്നാണ് സഞ്ചാരം. വഴിവിളക്കുകൾ പ്രവർത്തിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ MLA ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പുലർച്ചെ 4 മണി മുതൽ പാപനാശം തീരത്ത് ബലിതർപ്പണം തുടങ്ങും. നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി എത്തുന്നത്. വഴിവിളക്കില്ലാത്തത് കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ തിരുവിളക്കുകൾ കത്താറായിട്ട് 6 മാസത്തോളമായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ജനാർദ്ദന ക്ഷേത്രത്തിന്റെ മുഖ്യ കേന്ദ്രം ആൽത്തറമുളി ജംഗ്ഷൻ മുതൽ പാവനാശം വരെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ രാത്രികാലങ്ങളിൽ ക്ഷേത്രക്കുളത്തിന് സമീപമാണ് ഇറച്ചിയും മറ്റു ആഹാരം വിളമ്പി പാചകമൊക്കെ ചെയ്ത് മാത്രമല്ല അവിടെ വിസർജനം ചെയ്തു വെക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പാതയോരത്തുള്ള സ്ഥാപനങ്ങളിലെ പ്രകാശം മാത്രമാണ് സന്ധ്യ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഉള്ളത്. കടകൾ അടയ്ക്കുന്നതോടെ ഇതും നിലയ്ക്കും. അടുത്തിടെയാണ് മദ്യപസംഘം ഈ മേഖലയിൽ ഏറ്റുമുട്ടുകയും പോലീസുകാരനുൾപ്പെടെ മർദ്ദനമേൽക്കുകയും ചെയ്തത്. ന്യൂസ് 18 വർക്കല. മണ്ഡലത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങൾക്കും ഒരേ സമയം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. കോഴിക്കോട് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് മണ്ഡലത്തിലെ LP, UP, HS, HSS തുടങ്ങി 101 പൊതുവിദ്യാലയങ്ങളിലാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. MLAയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത്. മണ്ഡലത്തിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 101 സ്കൂളുകൾക്കായി 239 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തുവെന്ന് MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സവിശേഷ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഉയരെ. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ 101 പൊതുവിദ്യാലയങ്ങളാണ് ആകെയുള്ളത്. ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നിരവധി പരിപാടികൾ നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായി തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ 101 പൊതുവിദ്യാലയങ്ങൾക്കും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്ന പരിപാടിയാണ് നടത്തുന്നത്. 239 ലാപ്ടോപ്പുകളാണ് മണ്ഡലത്തിലാകെ 101 വിദ്യാലയങ്ങൾക്കായി വിതരണം ചെയ്യുന്നത്. 2024-25 വർഷത്തെ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പുകൾ നൽകുന്നത്. പഞ്ചായത്ത് തലത്തിലാണ് കിൽട്രോൺ പദ്ധതി നടപ്പിലാക്കുക. മുക്കം നഗരസഭയിലെ വിദ്യാലയങ്ങൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ MLA നിർവഹിച്ചു. ന്യൂസ് 18 തിരുവമ്പാടി. കാട്ടാന ഭീതിയിലാണ് മലപ്പുറം ചാലിയാർ ആലൂടി പ്രദേശം. കഴിഞ്ഞ ദിവസം പുലർച്ചെ എത്തിയ ഒറ്റക്കൊമ്പൻ വ്യാപക കൃഷിനാശമാണ് മേഖലയിൽ ഉണ്ടാക്കിയത്. നിലമ്പൂർ വനമേഖലയോട് ചേർന്നാണ് ചാലിയാർ പെരുമ്പുത്തൂർ മേഖല. കാടിറങ്ങുന്ന കാട്ടാനയാണ് കുറേ ദിവസമായി ഈ മേഖലയിൽ ഭീതി വിതയ്ക്കുന്നത്. കാട്ടാരപ്പീടിയിൽ നിലമ്പൂരിലെ കണ്ണംകുന്നേൽ ഉണ്ണികൃഷ്ണന്റെ 1/2 ഏക്കറോളം സ്ഥലത്തെ കൃഷി കാട്ടാന നശിപ്പിച്ചു. കായ്ഫലമുള്ള തെങ്ങുകൾ, കമുകുകൾ, വാഴകൾ ഉൾപ്പെടെ നശിപ്പിച്ചു. ഷെഡിൽ കിടന്നുറങ്ങിയ ചൂരപ്പാരൻ ശ്രീധരൻ കാട്ടാനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കാട്ടാന കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ എങ്ങനെ ജീവിക്കുമെന്നാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ ലോണുകൾ ഇപ്പോൾ കുടിശ്ശിക കിടപ്പുണ്ട്. അടയ്ക്കാനും കൂടി നിർത്തിയില്ലാണ്ട് ഇപ്പം നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത് അറിയില്ല. അടുത്ത മാസം ലോൺ അടയ്ക്കേണ്ട ദിവസമാണ് 4-ാം തീയതി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കായ്ക്കണ തെങ്ങാണ് എന്നും അറിയുമ്പോൾ ഇത് വന്ന് കുത്തിക്കളഞ്ഞു പോണത്. ഇനി എന്താ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കഷ്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം തന്നെ. എന്നും അറിയുന്ന പോലെ ഇത് വരികയാണ്, എന്നും വരുന്നുണ്ട്. കാരാട്ടുതൊടി നാരായണന്റെ വീട്ടിന് മുന്നിലെത്തിയ കാട്ടാന വീടിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് മറ തകർത്തു. ആലോടിയിലെ 40ഓളം കുടുംബങ്ങളാണ് വീട്ടുമുറ്റത്തേക്ക് രാത്രിയായാൽ ചുള്ളിക്കൊമ്പനെത്തുന്നതിനാൽ ഭീതിയിൽ കഴിയുന്നത്. സർക്കാരും വനംവകുപ്പും ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വീടിന്റെ മതിലുകൾ ചുള്ളിക്കൊമ്പൻ തകർത്തത്. വീടിന് പുറത്തിറങ്ങിയാൽ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെടുന്ന അവസ്ഥയിലാണ് ഈ നാട്ടുകാർ. ന്യൂസ് 18 മലപ്പുറം. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,070, പവന് 72,560. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,475, പവന് 59,800. വെള്ളി ഗ്രാമിന് 117, കിലോ 1,17,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.